ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സുഭാഷിതങ്ങൾ 8:33. പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ, അതിനെ അവഗണിക്കരുത്. വിവേകമുള്ള ഒരു മനുഷ്യൻ എവിടെയും സ്വീകാര്യനാണ്. നന്നായി ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ആ വ്യക്തിക്ക് സാധിക്കും. സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാനും, സംസാരിക്കേണ്ടാത്തിടത്ത് സംസാരിക്കാതിരിക്കാനും, പ്രവർത്തിക്കേണ്ടിടത്ത് ആവശ്യം പോലെ പ്രവർത്തിക്കാനും, അല്ലാത്തിടത്ത് പ്രവർത്തിക്കാതിരിക്കാനും ഒക്കെ വിവേകമുള്ള ഒരു മനുഷ്യന് സാധിക്കും. എവിടെയും വിവേകത്തോടെ പെരുമാറുക എന്നത് എത്ര വലിയ കാര്യമാണ്. അങ്ങനെയുള്ളവർ അംഗീകരിക്കപ്പെടും. ആ വിവേകം ഒരുപാട് തലങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രബോധനങ്ങളെ അതുകൊണ്ട് അവഗണിച്ച് കളയരുത്. അവയെ സ്വീകരിച്ച് വിവേകികളായി ജീവിക്കാം. അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.